ഇതിൽ തുടക്കം മുതൽ നമ്മൾ ചോദിച്ച ഒരു ചോദ്യമാണ്, ആരാണ് മാഡം എന്നുള്ളത്. ഈ മാഡത്തിനാണ് ഈ റിങ് കാണേണ്ടത്, ഈ വീഡിയോ കാണേണ്ടത്. മാഡമാണ് ഈ കൊട്ടേഷൻ നൽകിയത്. ഈ മാഡത്തിനെ കുറിച്ച് ഒരുപാട് ദുരൂഹതകൾ വന്നു. കാവ്യ മാധവനാണ്, കാവ്യ മാധവൻ്റെ അമ്മയാണ് മാഡം. അങ്ങനെ പല പല പിന്നെ ദുരൂഹതകൾ പല സമയങ്ങളിൽ കേട്ടായിരുന്നു. കാരണം ഈ അതിജീവിതയുടെ ഏറ്റവും വൈരാഗ്യമുള്ളത് പിന്നെ ദിലീപിനും കാവ്യ മാധവനുമാണ്. കാരണം ദിലീപിൻ്റെ കാവ്യ മാധവൻ്റെ ബന്ധങ്ങൾ, മെസ്സേജുകൾ അടക്കം ഒക്കെയുള്ള ബന്ധങ്ങൾ ഈ മഞ്ജു വാര്യരുടെ ചെവിയിലേക്ക് എത്തിച്ചത് അതിജീവിതയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ അവരുടെ സ്വകാര്യമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ചികഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പലർക്കും പല രീതിയിലും പുറത്ത് പറയേണ്ടത് വരും. അതുകൊണ്ട് സ്വകാര്യമായ പല കാര്യങ്ങളും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവർക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ മാഡം ആര് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈ മാഡം ചില്ലറക്കാരിയല്ല. സിനിമാ മേഖലയിലെ ഒരു എന്താ പറയുക, സിനിമാ മേഖലയിൽ ഉയർന്ന പദവിയുള്ള ഒരാളാണ് ഈ മാഡം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഈ മാഡം ദിലീപിനെ കൊടുക്കാനോ അല്ലെങ്കിൽ ഈ അതിജീവിതയെ കൊടുക്കാനോ ശ്രമിച്ചതിനപ്പുറം ഈ മാഡത്തിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് സിനിമാ മേഖലയെ മുഴുവൻ അടക്കി വാണിരുന്ന ഒരാളാണ് ദിലീപ്. എല്ലാ മേഖലയിലും ദിലീപിൻ്റെ സ്വാധീനമുണ്ടായിരുന്നു. ഒരു സമയത്ത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ദിലീപാണ്. ഇപ്പോൾ 2020 പോലുള്ള ഒരു സിനിമ എടുക്കുന്നു, പ്രൊഡക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് മേഖലയിലാണെങ്കിലും ദിലീപിൻ്റെ ഒരു വല്ലാത്ത സർവ്വാധിപത്യം ഉണ്ടായിരുന്നു. അത് പലർക്കും വലിയ രീതിയിൽ അത് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.